ഇതാണ് കൊടുമൺ റൈസ്. കൊടുമൺ റൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല പാക്കേജിങ്ങിൽ പുറത്തിറങ്ങുന്നത് വെറും ഒരു ബ്രാൻഡിൻ്റെ അല്ല. കൊടുമൺ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, പത്തനംതിട്ട ജില്ലയിലെ. നമ്മുടെ ക്യാമറാമാൻ്റെ സ്ഥലമാണ്. ക്യാമറാമാൻ ക്യാമറയുടെ ബാക്കിലായതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ പുള്ളിയുടെ സ്ഥലമാണ് കൊടുമൺ. കൊടുമണ്ണിൽ തന്നെ വിളയിച്ചെടുക്കുന്ന തീരെയും വിഷാംശം ഇല്ലാത്ത ഒരു അരിയാണ് കൊടുമൺ റൈസ്. അപ്പോൾ കൊടുമൺ റൈസ് വിൽക്കാണ്ടിരിക്കുന്നവർ കൊടുമൺ റൈസ് മാത്രമല്ല വിൽക്കുന്നത്, ഇവിടെ ഒരു സ്റ്റോളിലും കണ്ടിട്ടില്ലാത്ത ഹണി കോള എന്ന് പറയുന്നൊരു ഉൽപ്പന്നവും കൂടെ അവർ വിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കൂടെ ചോദിച്ചറിയാം. ഒരിടത്തും നമ്മൾ കേട്ടിട്ടില്ലാത്ത 2 പ്രൊഡക്റ്റാണ്. ഒരു നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ നാടിൻ്റെ പേരിട്ട അരിയും ഹണി കോളയും അവരുടെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. ചേച്ചി, എന്താണ് പേര്? സാജിദ. അപ്പോൾ ഒരു നാടിൻ്റെ പേരിലൊരു അരി എന്ന് പറഞ്ഞാൽ എനിക്കതൊരു പുതിയ കാര്യമാണ്. പലർക്കും അതൊരു പുതിയ കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് ഇത്രയും മാർക്കറ്റിൽ ഒരുപാട് അരികളുണ്ട്, ഒരുപാട് ബ്രാൻഡുകളുണ്ട്, അവരുമായിട്ടൊക്കെ മത്സരിക്കാനുള്ള പ്രചോദനം എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരിൽ തന്നെ ഇത്രയും നല്ലൊരു ബ്രാൻഡ് നെയിം കിട്ടി, അത് തന്നെ ഒരു ഗുഡ് മാർക്കാണ്. പിന്നെ കൊടുമണ്ണിന് പ്രത്യേകിച്ച് കൊടുമണ്ണൊരു പ്രസിദ്ധി ആർജിച്ച സ്ഥലം കൂടിയാണ്. അതിൻ്റെ കൂടെ പിന്നെ അരിയും കൂടെ ഇറങ്ങിയപ്പോൾ കൊടുമണ്ണിനെ എല്ലാവരും ഫേമസ് ആയി. പിന്നെ ഞങ്ങൾ കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുമൺ റൈസ് തന്നെ ബ്രാൻഡിൽ ഇറക്കിയത്. പിന്നെ ഞങ്ങൾക്ക് അരി ഉൽപ്പന്നങ്ങളും എല്ലാം ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഇപ്പം നിലവിലുണ്ട്. പിന്നെ അതിനും പ്രത്യേകിച്ച് ഹണി കോള, കൊടുമൺ റൈസിൻ്റെ തന്നെ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച തേനിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹണി കോള. അതാണ് ഇവിടെ കൂടുതലും വിപണിയിൽ ഇപ്പം ഉള്ളതും. എല്ലാവർക്കും എല്ലാവർക്കും വന്നത് ടേസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് കുടിച്ച് അതൊരു ഞങ്ങൾക്കുള്ള ഒരു നല്ലൊരു അംഗീകാരമാണ്. പിന്നെ ഞങ്ങൾ 5 പേരുടെ ഒരു കൂട്ടായ്മ പോലെ ഞങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എൻ സലീമാണ് അതിൻ്റെ ചെയർമാൻ. വളരെ നല്ല രീതിയിൽ ഞങ്ങളും നല്ല പ്രതിബദ്ധതയോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മുൻപോട്ട് പോകുന്നു. ഓരോ ചുവടുവെപ്പിലും ഞങ്ങൾക്ക് എല്ലാ നല്ല പ്രചോദനങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ട്. കുടുംബശ്രീ, നിങ്ങൾ 2 പേരും കുടുംബശ്രീ അംഗങ്ങളാണല്ലോ. അപ്പോൾ കുടുംബശ്രീ എത്രത്തോളം നിങ്ങളെ ഇതിന് സഹായിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് വരാൻ, പ്രത്യേകിച്ച് ഹണി കോള എന്ന് പറയുന്ന സാധനം ഞാൻ ലോകത്തൊരിടത്തും കേട്ടിട്ടില്ല. പിന്നെ എപ്പോഴും ഈ തേൻ ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിലും തേനും അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇങ്ങനൊരു പുതിയ സംരംഭം തീരെ കുറവാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഹണി കോള എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. തേനും പിന്നെ നാരങ്ങാനീരും ഇഞ്ചി നീരുമാണ്. അപ്പം നമുക്ക് സൗന്ദര്യത്തിനും വയറിനും എല്ലാം കൊണ്ടും പൊതുവെ നല്ലൊരു പാനീയമാണ്. പിന്നെ കടകളിലൊക്കെ പല പല നിറത്തിലുള്ളത് വിഷാംശം കലർന്നതാണ് കടകളിൽ. അത് കൂടുതലും കുട്ടികൾക്കെല്ലാം വലിയവർക്കാണേലും അതാണ് ഇഷ്ടം. പക്ഷേ ഇതിപ്പോൾ വന്നതുകൊണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് എല്ലാവരും പറഞ്ഞ് എല്ലായിടത്തും ഇത് നല്ല പ്രസിദ്ധി ആർജിച്ച്. കൊടുമൺ ഹണി എന്ന് പറയുമ്പം തന്നെ ആരോഗ്യത്തിനാണേലും നമ്മൾ വേറെ ഒന്നും ഇത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായതുകൊണ്ട് അതും ഞങ്ങൾക്കൊരു നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. കൊടുമണ്ണിനെ ഇത്രയും പ്രസിദ്ധി ആർജിക്കാനുള്ള കാരണം ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കൃഷി ഓഫീസറായിട്ടിരുന്ന ആദില മാഡമാണ്. സാറാണ് കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാക്കിയതും കർഷകരുമായിട്ട് ഉള്ള ഒരു ഇതുപോലെ ഞങ്ങളെ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് സാറാണ് ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തതും ഞങ്ങളെ ലോകത്തിൽ എല്ലാവരും അറിയുന്ന ഒരു ബ്രാൻഡ് നെയിം ആക്കിയതും. ഇപ്പം സാറ് പത്തനംതിട്ട ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ്. ആദില മാഡം പിന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നടത്തിപ്പുകാരനായിട്ടുള്ള ചെയർമാൻ എൻ സലീം സാറിന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ കർഷക കൂട്ടായ്മയായിട്ടുള്ള കർഷകരെയും മറ്റെല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. കാരണം അവരാണല്ലോ നമ്മളെ ഇത്രത്തോളം എത്തിച്ചത്. അപ്പം നമ്മൾ അവരെയും കൂടി ഓർക്കുകയാണ് നന്ദിയോടുകൂടി. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? കുടുംബശ്രീയിൽ ഇത്രയും 10 വർഷമായി പ്രവർത്തിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ സോപ്പ് ഡിറ്റർജൻറ്റ് യൂണിറ്റ്, പിന്നെ കോഴി വളർത്തൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി തുടങ്ങിയതിന് ശേഷം അതിലോട്ട് വർക്കിന് വരുന്നുണ്ട്. അവിടെ റൈസിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെ പല വിധത്തിലുള്ള 10-12 ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിലവിൽ എടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ വാഴയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. ഉപ്പേരി, പിന്നെ ശർക്കര വരട്ടി, അങ്ങനെയുള്ള എല്ലാ കാര്യവും, പിന്നെ വാഴപ്പിണ്ടി ജ്യൂസ്, വാഴപ്പിണ്ടി അച്ചാർ എന്നിവയെല്ലാം തന്നെ അവിടെ ഞങ്ങൾ 5 വനിതകൾ ചേർന്ന് ചെയ്യുന്നുണ്ട്. പലഹാരങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നുണ്ട്.
ചമ്മന്തിപ്പൊടി എടുക്കുന്നുണ്ട്. ഈ ഐറ്റങ്ങളെല്ലാം തന്നെ ഞങ്ങളിവിടുത്തെ ഉണ്ടാക്കി വിൽപ്പന നല്ല രീതിയിൽ തന്നെ വിൽക്കുന്നുണ്ട്. പൊതിച്ചോറിലൊക്കെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത എല്ലാ സാധനങ്ങളും ഞങ്ങളും അവിടെ എടുക്കുന്നുണ്ട്. ഈ കുടുംബശ്രീയുടെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടോ ഇങ്ങനൊരു സംരംഭം, പുതിയൊരു സംരംഭത്തിലേക്ക് മുന്നോട്ട്? കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ട്. അത് തന്നെയുമല്ല, അതിൻ്റെ ഉപരിയായിട്ട് വളർന്ന കൊടുവൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി തന്നെയായി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് പോലും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുമണ്ണുള്ള സ്ത്രീകൾക്കൊരു വലിയ ആശ്വാസം, വലിയ അഭിമാനം തന്നെയാണ്, വരുമാന മാർഗം കൂടിയാണ്. ഞങ്ങൾക്ക് 5 പേർക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ വർക്കുണ്ട്. കുടുംബശ്രീയുടെ ഓണ വിപണന മേളയുടെ ഓരോ സ്റ്റോളിനടുത്ത് എത്തുമ്പോഴും ഓരോ പുതിയ കാര്യങ്ങളാണ്. ഇപ്പോൾ പുതിയ ഓരോ സംരംഭങ്ങളും പുതിയ പ്രോഡക്റ്റുകളും എല്ലാം നമുക്ക് മുന്നിലോട്ട് വരികയാണ്. അപ്പോൾ കൊടുമൺ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ സ്റ്റോളിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ അഖിലേഷ് കൊടുമണൊപ്പം പാർവതി ഗിരികുമാർ, കൈരളി ന്യൂസ്.